ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, വൈൽ ഗോയിങ് ഓൺ എ സ്കൂട്ടർ യു ഫൈൻഡ് സമ്മൺ ഹാസ് ബീൻ ഹേർട്ട് ബൈ യുവർ വെഹിക്കിൾ യു വുഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെ വാഹനമായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ വാഹനം മറ്റൊരാൾക്ക് തട്ടിയിട്ട് അപ്പം അയാൾക്ക് ഹേർട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ട്. അപ്പം താഴെ നൽകിയിരിക്കുന്ന റിയാക്ഷനിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ളത് ട്രൈ ടു റൺ അവേ ഫ്രം ദ സ്പോട്ട് ഇമ്മീഡിയറ്റ്ലി, അവിടുന്ന് പെട്ടെന്ന് തന്നെ ഓടിക്കളയുക അല്ലെങ്കിൽ എസ്കേപ്പ് അടിക്കുക. ബിയിൽ പറയുന്നത് സ്റ്റോപ്പ് യുവർ വെഹിക്കിൾ ആൻഡ് സേ ഐ ആം സോറി, അപ്പോൾ നിങ്ങൾ വാഹനം നിർത്തിയിട്ട് അയാളോട് പറയാണ് സോറി എന്ന് പറയാണ്. സിയിൽ പറയുന്നത് ടേക്ക് ഹിം ടു ഡോക്ടർ ആൻഡ് അറേഞ്ച് ഫോർ ഹിസ് മെഡിക്കൽ എയ്ഡ്, അപ്പം ആ പരിക്ക് പറ്റിയ ആളെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡ് തുടങ്ങിയ കാര്യങ്ങൾ നൽകുക. ഓപ്ഷൻ ഡി പേ കോമ്പൻസേഷൻ ഫോർ ദ ഇഞ്ചുറി, അപ്പം അയാൾക്ക് അപകടം പറ്റിയതിന് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യുക. അപ്പം ഈ ഒരു 4 റിയാക്ഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറയാം. അപ്പം ഈ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ ആ അപകടം പറ്റിയിട്ടുള്ള ആളെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അയാൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം. യുവർ മെയ്ഡ് ഹാസ് ഇൻവൈറ്റഡ് യു ടു ഹെർ ഡോട്ടേഴ്സ് വെഡ്ഡിങ് യു വുഡ്. അപ്പം നിങ്ങളുടെ മെയ്ഡ് അവരുടെ മകളുടെ കല്യാണത്തിന് നിങ്ങളെ വിളിച്ചു. അപ്പം നിങ്ങൾ ഏത് റിയാക്ഷൻ ഇതിൽ ചൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കംപ്ലീറ്റ്ലി ഇഗ്നോർ ഹെർ, ആ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഓപ്ഷൻ ബി അറ്റൻഡ് ദ വെഡ്ഡിങ്, വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുക. ഓപ്ഷൻ സി ബൈ എ ഗിഫ്റ്റ് ഫോർ ഹെർ ഡോട്ടർ ആൻഡ് ഹെൽപ്പ് ഇൻ ദ വെഡ്ഡിങ്, അവരുടെ മകൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുക, പിന്നെ ആ കല്യാണത്തിന് നിങ്ങളുടേതായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി കൺഗ്രാജുലേറ്റ് ഹെർ ആൻഡ് മേക്കപ്പ് സം എക്സ്ക്യൂസ്, അപ്പം അവരെ ജസ്റ്റ് എന്താ കൺഗ്രാജുലേറ്റ് ചെയ്യുക, അത്രേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു 4 സിറ്റുവേഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അവരുടെ മകൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുകയും പിന്നെ ആ വെഡ്ഡിങ്ങിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ആർ എലോൺ ഇൻ ദ ഹൗസ് ആൻഡ് യുവർ സിസ്റ്റർ ഇൻ ലോ ഈസ് സഡൻലി എക്സ്പീരിയൻസിങ് ലേബർ പെയിൻസ് യു വുഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത്, ഇപ്പം നിങ്ങളും നിങ്ങളുടെ സിസ്റ്റർ ഇൻ ലോ ആണ് വീട്ടിലുള്ളത്. അപ്പോൾ ഈ സിസ്റ്റർ ഇൻ ലോക്ക് ലേബർ പെയിൻ വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഗെറ്റ് അപ്സെറ്റ് ആൻഡ് ഡു നോട്ട് നോ വാട്ട് ഈസ് ദ റൈറ്റ് സ്റ്റെപ്പ്, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അപ്സെറ്റ് ആവുകയും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഗോ ഔട്ട് ഓഫ് ദ ഹൗസ് ടു കോൾ യുവർ ഫാമിലി ഡോക്ടർ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ വിളിക്കുക. ഓപ്ഷൻ സി വാക്ക് ഹെർ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ, അവളെയും കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നടന്നു പോവുക. ഓപ്ഷൻ ഡി കോൾ ആൻ ആംബുലൻസ് ഫോർ ആൻ എമർജൻസി, ഒരു ആംബുലൻസ് എമർജൻസിക്കാരെ വിളിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കോൾ ആൻ ആംബുലൻസ് ഫോർ ആൻ എമർജൻസി. നെക്സ്റ്റ് സിറ്റുവേഷൻ, while traveling in your car certain persons stop you on the way asking you to take an injured child to the hospital you would. ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു അപകടം പറ്റിയൊരു കുട്ടിയുണ്ട്, അപ്പോൾ ആ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ ഏത് റിയാക്ഷൻ ചൂസ് ചെയ്യും? ഓപ്ഷൻ എ ആസ്ക് ദം ടു ലീവ് യുവർ വേ ആൻഡ് ദെൻ ഡ്രൈവ് അവേ, അപ്പം അവരോട് പറയുകയാണ് എന്നെ പോകാൻ അനുവദിക്കണം, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് പറഞ്ഞ് ജസ്റ്റ് എസ്കേപ്പ് അടിക്കുക. ഓപ്ഷൻ ബി ആസ്ക് ദം ടു ഫൈൻഡ് കോൾ ദ പോലീസ്, അവരോട് പറയുകയാണ് നിങ്ങൾ പോലീസിനെ വിളിക്കണം എന്ന് പറയുകയാണ്. ഓപ്ഷൻ സി ഇമ്മീഡിയറ്റ്ലി ടേക്ക് ദ ചൈൽഡ് ടു ഹോസ്പിറ്റൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഓപ്ഷൻ ഡി ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ ആൻഡ് ആസ്ക് സം അതർ പേഴ്സൺ ടു ഹെൽപ്പ്, കാറിൽ നിന്ന് പുറത്തിറങ്ങി പറഞ്ഞു നിങ്ങൾ മറ്റുള്ള ആരെങ്കിലും ചോദിച്ചു നോക്കണം, എനിക്ക് തിരക്കുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് ഇമ്മീഡിയറ്റ്ലി ടേക്ക് ദ ചൈൽഡ് ടു ഹോസ്പിറ്റൽ, ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ആർ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ഓഫ് ദ ട്രെയിൻ ദാറ്റ് ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ദ പ്ലാറ്റ്ഫോം സഡൻലി യു സീ എ മാൻ ഫ്രം ബിഹൈൻഡ് ദ കോച്ച് ഫാളിങ് ഓഫ് ദ ട്രെയിൻ വാട്ട് വിൽ യു ഡു. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്,
അപ്പോൾ നിങ്ങളൊരു ട്രെയിനിൻ്റെ ഡോറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ട്രെയിന് പ്ലാറ്റ്ഫോം ജസ്റ്റ് ലീവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒരു പാസഞ്ചർ താഴേക്ക് വീഴുന്നത് കാണുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, പുൾ ദ അലാറം ചെയിൻ സോ ദാറ്റ് ദ ട്രെയിൻ മേ സ്റ്റോപ്പ് ആൻഡ് യു മേ പുൾ ദ പേഴ്സൺ. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞത് നിങ്ങൾ ചെയിൻ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ട്രെയിൻ നിൽക്കുകയും വീണ ആളെ തിരിച്ച് ട്രെയിനിലോട്ട് കയറ്റാനും സാധിക്കും. ഓപ്ഷൻ ബി, ഷൗട്ട് ദ ഫാളിംഗ് മാൻ ആസ്കിങ് ദം ടു ഗെറ്റ് അപ്പ് ക്യുക്ക്. അപ്പം വീണ ആളോട് നിങ്ങൾ ചൂടാവുകയും പെട്ടെന്ന് തന്നെ ട്രെയിനിലോട്ട് കയറാനും വേണ്ടി പറയുകയാണ്. ഓപ്ഷൻ സി, ജമ്പ് ഓഫ് ദ ട്രെയിൻ ടു അസിസ്റ്റ് ദ ഫാളിംഗ് മാൻ. അപ്പം നിങ്ങൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും അയാളെ സഹായിക്കുകയും ചെയ്യുകയാണ്. ഓപ്ഷൻ ഡി, വെയിറ്റ് ടിൽ ദ ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ. അപ്പം ഈ ട്രെയിന് നെക്സ്റ്റ് സ്റ്റേഷനിൽ നിർത്തുന്നവരെ നിങ്ങൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. പിന്നെ അലാറം പിടിച്ച് വലിക്കുകയും ആ ഒരു ട്രെയിൻ നിർത്തിയിട്ട് ആ വീണ യാത്രക്കാരനെ തിരിച്ച് ട്രെയിനിലേക്ക് കയറാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സിറ്റുവേഷൻ, അറ്റ് മിഡ് നൈറ്റ് യു ഹിയർഡ് ദ വോയിസ് ഓഫ് സെവറൽ പേഴ്സൺ ഷൗട്ടിങ് ഫയർ ഫയർ യു വുഡ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞുള്ളത് മിഡ് നൈറ്റ് ആയ സമയത്ത് കുറച്ച് ആൾക്കാർ ഫയർ ഫയർ എന്നിങ്ങനെ വിളിച്ച് അലറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, റിംഗ് ടു ദ ഫയർ ബ്രിഗേഡ് സ്റ്റേഷൻ ആൻഡ് ഇൻഫോം. അപ്പം ഫയർ ആൻഡ് റെസ്ക്യൂവിൽ വിളിച്ച് അറിയിക്കുകയാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, റഷ് ഔട്ട് ഓഫ് ദ റൂം വിത്ത് ബക്കറ്റ് ഓഫ് വാട്ടർ ടു എക്സിറ്റ്. അപ്പം നിങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു ബക്കറ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓപ്ഷൻ സി, എൻഷുർ വെദർ ഫയർ ഹാഡ് ടേക്കൺ പ്ലേസ് ഓർ നോട്ട്. അപ്പം നെക്സ്റ്റ് എന്താണ്, അവിടെ ഇത്രയും ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് ഫയർ എന്നുള്ളത്. പക്ഷേ പിന്നെയും നിങ്ങളെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ തീ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാനാണ് ആദ്യം നോക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി, കണ്ടിന്യൂ ടു സ്ലീപ്പ് ടിൽ യു ആർ കോൾഡ് ഫോർ. അപ്പോൾ നിങ്ങൾ ഉറക്കം അടിക്കുന്ന പോലെ അഭിനയിക്കുക എപ്പോൾ വരെ, മറ്റുള്ളവർ വന്ന് നിങ്ങളെ വിളിക്കുന്നത് വരെ. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് അവർ ഫയർ ഉണ്ടെന്ന് ഓൾറെഡി വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂവിലേക്ക് വിളിച്ച് പറയുകയും അവരെ ഒരു കാര്യം ഇൻഫോം ചെയ്യുക, അവരുടെ സഹായം തേടുകയാണ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള റിയാക്ഷൻ. അടുത്ത സിറ്റുവേഷൻ, വൈൽ പാസിംഗ് ത്രൂ എ റെയിൽവേ ലൈൻ യു നോട്ടീസ് ദാറ്റ് 2 ട്രെയിൻസ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആർ റണ്ണിങ് ഓൺ ദ സെയിം ലൈൻസ് യു വുഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ഒരേ ട്രെയിനിൽ 2 ദിശകളിലായിട്ട് ട്രെയിനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് കാണുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും. ഓപ്ഷൻ എ, ഗോ യുവർ വേ വിത്തൗട്ട് ടേക്കിംഗ് എനി നോട്ടീസ് ഓഫ് ദ ആക്സിഡൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കണ്ടിട്ടും കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ട് ഒന്നും ചെയ്യാണ്ട് നിങ്ങൾ അവിടുന്ന് എസ്കേപ്പ് അടിക്കുക. ഓപ്ഷൻ ബി, റഷ് ടുവാർഡ്സ് എയ്തർ ഓഫ് ദ റണ്ണിങ് ട്രെയിൻസ് ആൻഡ് ട്രെയിൻ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രെയിനിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്, അങ്ങനെ അപകടം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. അടുത്തത് സി, റഷ് ടു ദ നിയറസ്റ്റ് സ്റ്റേഷൻ ആൻഡ് ഇൻഫോം ദ റെയിൽവേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും റെയിൽവേയുടെ പെട്ടെന്ന് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി, വെയിറ്റ് ആൻഡ് സീ ടിൽ ദ ട്രെയിൻ പാസ്. അപ്പോൾ നിങ്ങൾ ആ 2 ട്രെയിനുകളും പാസ് ചെയ്യുന്നവരെ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഇത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏതാണ്, ഒരു ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിഗ്നൽ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രെയിന് നിർത്തിയിട്ട് അപകടം ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഓപ്ഷൻ സി ആണ്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അല്ലെങ്കിൽ റെയിൽവേ അതോറിറ്റിയിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സിറ്റുവേഷൻ, വൈൽ ട്രാവലിംഗ് ഇൻ എ ട്രെയിൻ യു ഒബ്സർവ് സം കോളേജ് സ്റ്റുഡൻസ് പുള്ളിങ് ദ അലാറം ചെയിൻ സിംപ്ലി ടു ഗെറ്റ് ഡൗൺ അറ്റ് ദെയർ ഡിസൈർഡ് പോയിന്റ് യു വുഡ്. ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് കോളേജ് കുട്ടികൾ അവർക്ക് ഇറങ്ങേണ്ട അവർക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്താൻ നേരത്ത് അവർ ചെയിൻ പിടിച്ച് വലിക്കുകയും അവിടെ ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും. ഓപ്ഷൻ എ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പാസഞ്ചേഴ്സ് ചെക്ക് ഫ്രം ഡൂയിങ് സോ. അപ്പം മറ്റുള്ള പാസഞ്ചേഴ്സിൻ്റെ സഹായത്തോടെ അവരെന്താ ചെയ്ത് നോക്കി ആ ഒരു പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, ലെറ്റ് ദം പുൾ ദ ചെയിൻ ബട്ട് ചെക്ക് ദം ഫ്രം ഡിറ്റെയിനിങ്. അപ്പം അവർ ചെയിൻ വലിക്കാൻ അനുവദിക്കുകയും അവരെ ഇറങ്ങുന്നത് തടഞ്ഞു വെക്കുകയും ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി, ഇൻഫോം ദ ഗാർഡ് ഓഫ് ദ ട്രെയിൻ ആസ് സൂൺ ആസ് ഇറ്റ്സ് സ്റ്റോപ്സ്. അപ്പോൾ ഈ ഒരു ട്രെയിൻ നിർത്തിയ സമയത്ത് ട്രെയിനിൻ്റെ ഗാർഡിനോട് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഓപ്ഷൻ ഡി കീപ് ക്വയറ്റ് ആൻഡ് ഡു നത്തിങ്. അപ്പോൾ ഒന്നും ചെയ്യാണ്ട് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ അനുവദിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്താണ്? ഈ ഒരു പ്രവൃത്തി, അതായത് ഇവർ ചെയിൻ വലിക്കാണ്ട് നോക്കുക എന്നുള്ളതാണ് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. കാരണം ചെയിൻ നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ട് കാര്യത്തിന് സമയം നമുക്ക് വേസ്റ്റാണ്. അതിന് നല്ലത് ഇവർ ഈ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ആർ പാസിംഗ് ബൈ എ റിവർ ആൻഡ് യു നോ ഹൗ ടു സ്വിം. സഡൻലി യു ഹിയർ ദ ക്രൈ ഓഫ് എ ഡ്രോയിങ് ചൈൽഡ് യു വുഡ്. ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത്, നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയാം, പുഴയിലേക്ക് ഒരു കുട്ടി മുങ്ങിത്ത എന്ന ആ ഒരു കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡ്രൈവ് ഇൻ ടു ദ റിവർ ടു സേവ് ഹിം. അപ്പം നിങ്ങൾ പുഴയിലേക്ക് എടുത്ത് ചാടി ആ കുട്ടിയെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി വെയിറ്റ് ടു സീ ഇഫ് സം അതർ പേഴ്സൺ ഈസ് ദെയർ ടു ഹെൽപ്പ്. അപ്പോൾ നിങ്ങൾ മറ്റാരെങ്കിലും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ഓപ്ഷൻ സി ലുക്ക് ഫോർ ദ പ്രൊഫഷണൽ ഡൈവേഴ്സ്. അപ്പോൾ നിങ്ങൾ മറ്റ് പ്രൊഫഷണൽ ഡൈവേഴ്സ് എത്തുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓപ്ഷൻ ഡി കൺസോൾ ദ ചൈൽഡ് പാരൻസ്. ആ കുട്ടിയുടെ പാരൻസിനെ സമാധാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയത് ചെയ്യേണ്ടത്, അപ്പം മറ്റുള്ളവരൊന്നും വരാൻ വേണ്ടി കാത്തിരിക്കാണ്ട് ചെറിയ കുട്ടി എത്രയും പെട്ടെന്ന് നിങ്ങൾ രക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് സിറ്റുവേഷൻ, യുവർ ഫ്രണ്ട് ഹാസ് നോട്ട് ഇൻവൈറ്റഡ് യു ടു ഹിസ് മാരേജ് പാർട്ടി യു വിൽ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് അവരുടെ മാരേജിന് നിങ്ങളെ വിളിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഹോൾഡ് ഇറ്റ് എഗെയിൻസ്റ്റ് ഹിം. അപ്പം അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാം. ഓപ്ഷൻ ബി അറ്റൻഡ് ദ സെറിമണി. കല്യാണ ഫംഗ്ഷൻ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓപ്ഷൻ സി സെൻഡ് ഹിം യുവർ ബെസ്റ്റ് വിഷസ്. അപ്പം അവരേതായാലും നിങ്ങളെ വിളിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് അവർക്കൊരു കൺഗ്രാജുലേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി ഇഗ്നോർ ദ വോൾ അഫെയർ. അപ്പം അയാളായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ മാരേജിന് വിളിച്ചിട്ടില്ല, അപ്പം ആ ഒരു ബന്ധം നിലനിൽക്കെ അയാളോട് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന എന്താണ്? അയാൾക്കൊരു ബെസ്റ്റ് വിഷസ് നേരുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് സിറ്റുവേഷൻ, വൈൽ യു ബോർഡ് എ ട്രെയിൻ അറ്റ് ദ സ്റ്റേഷൻ യു ഫൈൻഡ് എ സ്യൂട്ട് കേസ് ബെനീത്ത് യുവർ സീറ്റ് യു വുഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത്, നിങ്ങൾ ട്രെയിനിൽ കയറിയ സമയത്ത് നിങ്ങളുടെ സീറ്റിൻ്റെ അടുത്തൊരു സ്യൂട്ട് കേസ് കണ്ടു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് ദ മാറ്റർ ടു ദ പോലീസ്. അപ്പോൾ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു സംഗതി പോലീസിനെ അറിയിക്കുക. ഓപ്ഷൻ ബി ഓപ്പൺ അപ്പ് ദ സ്യൂട്ട് കേസ് ടു ലുക്ക് ത്രൂ ഇറ്റ്സ് കണ്ടൻസ്. അപ്പോൾ നിങ്ങൾ ആ സ്യൂട്ട് കേസ് തുറന്നിട്ട് അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കുക. ഓപ്ഷൻ സി ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ അഡ്രസ് ഓഫ് ദ ഓണർ ഫ്രം ദ പേപ്പേഴ്സ് എക്സെട്ര ഇൻ ദ സ്യൂട്ട് കേസ്. സിയിൽ പറയുന്നത്, ഈ ഒരു സ്യൂട്ട് കേസിൽ എന്തെങ്കിലും ഈ ഒരു ഓണറെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ, എന്നിട്ട് അയാൾക്ക് ഈ സ്യൂട്ട് കേസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓപ്ഷൻ ഡി ഫൈൻഡിങ് നോ വൺ ടു ക്ലെയിം ഇറ്റ് ടേക്ക് ഇൻ ടു യുവർ ഓൺ പൊസിഷൻ. അപ്പം ഇതിൽ പറയുന്നത്, ആരെങ്കിലും ഇതിൻ്റെ ഓണർ അടുത്തുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അത് സ്വന്തമാക്കാൻ നോക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബാഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൽ എക്സ്പ്ലോസീവ് വസ്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അത് തുറന്നു നോക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം റെയിൽവേ അതോറിറ്റി അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടത്. സോ ഓപ്ഷൻ എ ആണ് ഇതിൽ ബെസ്റ്റ് റിയാക്ഷൻ. അടുത്ത സിറ്റുവേഷൻ, വൈൽ അറ്റൻഡിങ് യുവർ ഫ്രണ്ട്സ് പാർട്ടി യു സീ യുവർ ഫ്രണ്ട്സ് മഫ്ലർ ക്യാച്ചിങ് ഫയർ ഫ്രം ദ ക്യാൻഡിൽ ഓൺ ദ ടേബിൾ ബിഹൈൻഡ് ഹിം യു വുഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടി നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മഫ്ലർ തീ പിടിച്ചു. മഫ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുത്തിലൂടെ അണിയുന്ന, ഈ തണുപ്പ് സമയത്തൊക്കെ കഴുത്തിലൂടെ ഉള്ള ഷോളില്ലേ, അതാണ് മഫ്ലർ. അപ്പം അതിന് തീ പിടിക്കുന്നത് നിങ്ങൾ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ ആസ്ക് യു ഫ്രണ്ട് ടു സീ ബിഹൈൻഡ് ഹിം. ഇപ്പം ഫ്രണ്ടിനോട് പറയുകയാണ്, നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറയുകയാണ്. ഓപ്ഷൻ ബി റഷ് ടു കോൾ ഫ്രണ്ട്സ് മദർ. അപ്പം ഈ ഫ്രണ്ടിൻ്റെ മദറിനെ വിളിക്കാൻ വേണ്ടി പറയുകയാണ്. ഓപ്ഷൻ സി റഷ് ആൻഡ് ടേക്കിംഗ് ഔട്ട് ഓഫ് ദ മഫ്ലർ ഫ്രം ഹിസ് നെക്ക് ഡ്രോപ്പ് ഇറ്റ് അവർ വാട്ടർ ഇൻ ഇറ്റ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞത്, അവരുടെ മഫ്ലർ എടുത്ത് പുറത്തേക്ക് എടുക്കുകയും അതിലേക്ക് വെള്ളം ഒഴിച്ച് അത് തീ അണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ടേക്ക് ഔട്ട് ദ മഫ്ലർ ആൻഡ് ത്രോൺ ഇറ്റ് അവേ. അപ്പം ഡിയിൽ പറയുന്നത്, ആ മഫ്ലർ എടുക്കുകയും അത് ദൂരേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആ മഫ്ലർ എടുക്കുകയും അതിൻ്റെ തീ
വെള്ളമൊഴിച്ച് കെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഡിയിൽ പറയുന്നത് എന്നുണ്ട് ഈ മഫ്ലർ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയാം. അപ്പോൾ ഇത് ഓൾറെഡി തീ പിടിച്ചിട്ടുള്ള മഫ്ലറാണ്. അപ്പോൾ അത് ദൂരേക്ക് വലിച്ചെറിയുമ്പോൾ ഒന്നുകൂടെ ആളിക്കത്താനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മേലേക്ക് ഇത് വീഴാനും എന്നിട്ട് അപകടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ ഇതിൽ അപ്രോപ്രിയേറ്റ് ആയത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ഫൈൻഡ് ദാറ്റ് ദ പേഴ്സൺ ഹൂം യു കോൾ യുവർ ഫ്രണ്ട് ഹാസ് ബീൻ ചീറ്റിംഗ് യു, വാട്ട് വുഡ് യു ഡു? ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ചതിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ, ബ്രേക്ക് ദ റിലേഷൻസ് വിത്ത് ഹിം, അവനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കുക. ഓപ്ഷൻ ബി, ഗീവ് ഹിം ടിറ്റ് ഫോർ ദാറ്റ്, അപ്പം അവൻ എന്താണോ ചെയ്തിട്ടുള്ളത് അവൻ നിങ്ങളെ ചതിച്ചതുപോലെ അവനെ നിങ്ങൾ തിരിച്ച് ചതിക്കുക. ഓപ്ഷൻ സി, മേക്ക് ഹിം റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്, അവൻ ചെയ്തിട്ടുള്ള അവൻ്റെ മിസ്റ്റേക്ക് തുറന്ന് പറയുക. ഓപ്ഷൻ ഡി, ടെൽ അതർ ഫ്രണ്ട്സ് എബൌട്ട് ഹിം, അപ്പം ഈ ഒരു കാര്യം മറ്റുള്ള ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറഞ്ഞു നടക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, മേക്ക് ഹിം റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്. അപ്പോൾ അവനോട് അവൻ്റെ മിസ്റ്റേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ആർ ഇൻ്റർവ്യൂഡ് ഫോർ എ ന്യൂ ജോബ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു? നിങ്ങളൊരു പുതിയ ജോലിയിലേക്ക് ഇൻ്റർവ്യൂ ചെയ്തെടുക്കുകയാണ്. അപ്പം താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊമോഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഓപ്ഷൻ ബി, റെമ്യൂണറേഷൻ യു വിൽ ബി പെയ്ഡ്, അപ്പം നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു അത്രയും സാലറി കാര്യങ്ങളൊക്കെ അവിടെ നൽകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓപ്ഷൻ സി, സ്കോപ്പ് ടു ഡെവലപ്പ് യുവർ ഐഡിയാസ് ആൻഡ് യൂസ് ദം ടു ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ, അപ്പം അവിടെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകളും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതിനനുസരിച്ച് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫേമാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഓപ്ഷൻ ഡി, ഓൾ ദ എബോവ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്, അപ്പം ഈ നൽകിയിട്ടുള്ള മൂന്നിന് ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. നിങ്ങളുടെ ഐഡിയകൾ അവിടെ കൊടുക്കുകയും ആ ഒരു ഫേമിനെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ കൃത്യമായിട്ട് വളർത്താൻ സാധിക്കുകയും അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകും ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് വരും. അവിടെ എന്തും വരും, നിങ്ങൾക്ക് നല്ല റെമ്യൂണറേഷൻ, നിങ്ങളുടെ സാലറി ആയിരിക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നെക്സ്റ്റ് സിറ്റുവേഷൻ, ഓൺ റീച്ചിങ് ദ റെയിൽവേ സ്റ്റേഷൻ യു ഫൈൻഡ് ദാറ്റ് ദ ട്രെയിൻ യു വാണ്ടഡ് ടു ക്യാച്ച് ഈസ് ജസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് ദർ ഈസ് ഹാർഡ്ലി എനി ടൈം ഫോർ പർച്ചേസിങ് ദ ടിക്കറ്റ്. ദ ബെസ്റ്റ് തിങ് ഫോർ യു ഈസ് ടു. ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കയറേണ്ട ട്രെയിൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ നൽകിയിരിക്കുന്ന റിയാക്ഷൻസിൽ ഏത് ചൂസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓപ്ഷൻ എ, റഷ് ടു ദ ട്രെയിൻ റാദർ ദാൻ മിസ് ഇറ്റ് ആൻഡ് ഇൻഫോം ദ TTI അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പേജ് അബൌട്ട് യുവർ ഇന്നബിലിറ്റി ടു പർച്ചേസ് ദ ടിക്കറ്റ്. അപ്പം എയിൽ പറയുന്നത് ഇപ്പം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേഷനിലെടുത്ത് TTI കണ്ടിട്ട് പറയുകയാണ് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല, പെട്ടെന്ന് ട്രെയിനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പം ഒരു ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് എപ്പോഴും കുറ്റകരമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നെക്സ്റ്റ്, റഷ് ടു ദ ട്രെയിൻ ആൻഡ് പെർഫോം യുവർ ജേർണി ക്വയറ്റ്ലി. അപ്പം പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ ചാടി കയറുന്നിട്ട് ജസ്റ്റ് നിങ്ങളെ യാത്ര കംപ്ലീറ്റ് ചെയ്യുക. ഓപ്ഷൻ സി, ഫസ്റ്റ് പർച്ചേസ് ദ ടിക്കറ്റ് ആൻഡ് ദെൻ ക്യാച്ച് ദ ട്രെയിൻ ഇഫ് ഇറ്റ് ഈസ് ദെയർ. അപ്പം സിയിൽ പറയുന്നത് നിങ്ങളാദ്യം എന്തായാലും നിങ്ങൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ആ ഒരു ട്രെയിൻ അവിടെ ഉണ്ടെങ്കിൽ ആ ട്രെയിനിൽ കയറുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രെയിനിൽ കയറുക എന്നുള്ളതാണ് പറയുന്നത്. ഓപ്ഷൻ ഡി, മിസ് ദ ട്രെയിൻ റാദർ ദാൻ ടേക്ക് ദ റിസ്ക് ഓഫ് ബോർഡിങ് ദ മൂവിങ് ട്രെയിൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ആ ഒരു ട്രെയിൻ കിട്ടൂല എന്ന് നിങ്ങൾ ആദ്യമേ വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുക്കാതിരിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയി ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് ആ ട്രെയിൻ അവിടെ ഉണ്ടെങ്കിൽ അതിൽ കയറുക. കാരണം ടിക്കറ്റ് എടുക്കാതെ ഒരിക്കലും നമുക്ക് ട്രെയിനിൽ യാത്ര അനുവദനീയമല്ല. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ആർ ഓൺ എ ബസ്, ദ ബസ് റീച്ചസ് യുവർ സ്റ്റോപ്പ് ബട്ട് സ്റ്റിൽ യു ഹാവ് നോട്ട് പർച്ചേസ് ദ ടിക്കറ്റ് ബിക്കോസ് ഓഫ് ഹെവി റഷ്, വാട്ട് വിൽ യു ഡു? ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് ഇപ്പം നിങ്ങൾ തിരക്കുള്ള ബസ്സിലായിട്ടുണ്ടായിരുന്നു കയറിയത്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു സ്റ്റോപ്പിലെത്തിയ സമയത്തും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ, ജമ്പ് ഔട്ട് ക്വിക്ക്ലി ടു അവോയ്ഡ് എംബറാസ്മെൻറ്റ്. അപ്പോൾ പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുക്കാതെ നിങ്ങൾ പോരുകയാണ്.
ഓപ്ഷൻ ബി കോൾ ദ കണ്ടക്ടർ ഗിവ് ഹിം ദ മണി ആൻഡ് ഗെറ്റ് ദ ടിക്കറ്റ്. അപ്പം കണ്ടക്ടറെ വിളിച്ചിട്ട് പൈസ കൊടുക്കുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ഹാൻഡ് ദ മണി ടു സംവൺ സിറ്റിംഗ് നിയർ ബൈ യു ടു ഗിവ് ഇറ്റ് ടു ദ കണ്ടക്ടർ. അപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് കയ്യിൽ പൈസ കൊടുത്ത് ഏൽപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ വരുമ്പം ഈ ഒരു പൈസ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അയാൾ കൊടുക്കുകയോ കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓപ്ഷൻ ഡി ഗിവ് ദ മണി ടു ദ ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ നമുക്കൊരിക്കലും ടിക്കറ്റ് തരില്ല. അപ്പം ഈ ഒരു ഡ്രൈവർ ചിലപ്പം കണ്ടക്ടർ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പം ഇത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുന്നത് ഏതാണ്? കണ്ടക്ടറെ വിളിച്ചിട്ട് ആ ഒരു തിരക്കിനിടയിൽ കണ്ടക്ടറെ വിളിച്ചിട്ട് കണ്ടക്ടർ പൈസ കൊടുക്കുകയും ടിക്കറ്റ് നമ്മൾ വാങ്ങുകയാണ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത സിറ്റുവേഷൻ, യു ആർ എ ഗസ്റ്റ് അറ്റ് എ ഡിന്നർ. ദ ഹോസ്റ്റ് ആസ്ക് യു ടു ടേക്ക് വൺ മോർ ചപ്പാത്തി ആഫ്റ്റർ യുവർ സ്റ്റൊമക്ക് ഈസ് ഫുൾ. യു വുഡ്. ഇപ്പം നിങ്ങൾ ഒരു ഗസ്റ്റിൻ്റെ വീട്ടിൽ ഒരു പാർട്ടിക്ക് പോയി. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പം ആ പാർട്ടി ഹോസ്റ്റ് ചെയ്ത അയാൾ പറയുകയാണ് ഒരു ചപ്പാത്തി കൂടെ നിങ്ങൾ സ്നേഹത്തോടെ കഴിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പം നിങ്ങളുടെ റിയാക്ഷൻ ഓപ്ഷൻ എ മേക്ക് എ ബ്ലൈൻഡ് റിഫ്യൂസ്. അപ്പം പുള്ളിയോട് പറയുകയാണ് വേണ്ടാന്ന് ശക്തമായിട്ട് പറയുകയാണ്. ഓപ്ഷൻ ബി ടേക്ക് ദ ചപ്പാത്തി. അപ്പം നമ്മൾ മനസ്സോടെ നമ്മൾ ഓൾറെഡി വയറ് ഫുള്ളാണ്, എന്നാലും എന്ത് ചെയ്തു, ഒരു ചപ്പാത്തിയും കൂടെ എടുത്തു. ഓപ്ഷൻ സി പൊളൈറ്റ്ലി സേ ദാറ്റ് ദ ഫുഡ് വാസ് ടു ഗുഡ് ആൻഡ് യു ഹാവ് ഓൾറെഡി ഈറ്റൺ മച്ച്. അപ്പം അവരോട് പറയുകയാണ് ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഞാൻ വേണ്ടോളം ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് പോരാ എന്നുള്ള കാര്യം കൂടെ പറയുകയാണ്. ഓപ്ഷൻ ഡി മേക്ക് എ ബാഡ് ഫേസ് അറ്റ് ഹിം. അപ്പം അവർ ചപ്പാത്തി എടുക്കാൻ പറയുമ്പോൾ അവരോട് ഇങ്ങനെ കടുപ്പിച്ച് നോക്കുന്ന രീതിയിലൊരു ബാഡ് ഫേസ് എക്സ്പ്രഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ അവർ നിങ്ങളെ ഫ്രണ്ടാണ്. അപ്പം നിങ്ങൾ അവരെ മടുപ്പിക്കാനും പാടില്ല, അവരെ അവരോട് കടുത്തമായ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാനും പാടില്ല. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ അവരോട് കൃത്യമായിട്ട് പറയുക ഭക്ഷണമൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഞാൻ വേണ്ടോളം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി വേണ്ടെന്ന് പറയാം. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ആർ പ്ലേയിങ് ഫുട്ബോൾ ഇൻ എ പാർക്ക്. വെൻ യു കിക്ക് ദ ബോൾ ഇറ്റ് സ്ട്രൈക്സ് ആൻഡ് ബ്രേക്ക് ദ വിൻഡോ പെയിൻ ഓഫ് എ നിയർ ബൈ ഹൗസ് യു വുഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളൊരു പാർക്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കിക്ക് എടുത്ത സമയത്ത് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ജനലിലെ ചില്ല് പൊളിഞ്ഞു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡിമാൻഡ് യുവർ ബോൾ ബാക്ക് ഫ്രം ദ ഹൗസ് ഓണർ. അപ്പോൾ ആ ഹൗസ് ഓണറോട് പന്ത് തിരികെ തരാൻ ആവശ്യപ്പെടുകയാണ്. ഓപ്ഷൻ ബി സേ ദാറ്റ് ഇറ്റ് വാസ് നോ ഫോൾട്ട് ഓഫ് യുവേഴ്സ്. അപ്പോൾ അവരോട് പറയുകയാണ് പാർക്കിൻ്റെ അടുത്ത് നിങ്ങളാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ അത് ഞങ്ങളെ മിസ്റ്റേക്ക് അല്ല, ബോൾ അങ്ങോട്ട് വരും തട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരോട് അങ്ങനെ പറയാം. ഓപ്ഷൻ സി സ്ട്രീറ്റ്ലി ഗെറ്റ് യുവർ ബോൾ ബാക്ക്. ആരും അറിയാതെ പന്ത് മെല്ലെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരിക. ഓപ്ഷൻ ഡി അപ്പോളജൈസ് ടു ദ ഹൗസ് ഓണർ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു റീപ്ലേസിങ് ദ ഗ്ലാസ്. അപ്പം ഓപ്ഷൻ ഡിയിൽ പറഞ്ഞത് ആ ഒരു ഹൗസ് ഓണറോട് മാപ്പ് പറയുക, എന്നിട്ട് ആ ഒരു ചില്ല് മാറ്റാനുള്ള പൈസ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ആർ എ ടീം ലീഡർ ആൻഡ് യു ആർ സപ്പോസ്ഡ് ടു ഹോൾഡ് എ കൺവെൻഷൻ ഓൺ HR ഇഷ്യൂസ് ബട്ട് യുവർ ടീം മെമ്പേഴ്സ് ആർ അണേബിൾ ടു ഗെറ്റ് അഡ്വക്കേറ്റ് സ്പോൺസർഷിപ്പ്. സിറ്റുവേഷനിൽ പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ടീം ലീഡറാണ്, അപ്പോൾ ഒരു HR ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു കൺവെൻഷൻ നടത്തുകയാണ്. പക്ഷേ നിങ്ങളുടെ ടീമിലെ ആരും ഈ ഒരു പരിപാടിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ യു പുട്ട് ഇൻ യുവർ മണി ആൻഡ് ഹോൾഡ് ദ ഇവൻറ്റ് ആസ് ഷെഡ്യൂൾഡ്. അപ്പോൾ നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താൽ ഇവൻറ്റ് മൊത്തമായിട്ട് അങ്ങ് നടത്തുക. ഓപ്ഷൻ ബി യു ട്രൈ ആൻഡ് മോട്ടിവേറ്റ് ദം ദാറ്റ് ദേ ക്യാൻ ഡു ഇറ്റ്. അപ്പം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക. ഓപ്ഷൻ സി യു പോസ്റ്റ്പോൺ ദ ഇവൻറ്റ് ആൻഡ് ഗീവ് ദം സം മോർ ടൈം. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുകയും അവർക്ക് കുറച്ച് കൂടുതൽ സമയം കൊടുക്കുകയും ചെയ്യാം. ഓപ്ഷൻ ഡി യു ടെൽ ദം തിങ്സ് കാനോട്ട് വർക്ക് ഔട്ട് ലൈക്ക് ദിസ് ആൻഡ് ക്യാൻസൽ ദ ഇവൻറ്റ്. അപ്പോൾ അവരോട് പറയുകയാണ് ഇങ്ങനെയാണ് ഈ പരിപാടി നടക്കില്ല, ഈ ഒരു ഇവൻറ്റ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? അവരോട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും എന്നിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ആർ മൂവിങ് അക്രോസ് ദ റോഡ് ഓൺ എ സ്കൂട്ടർ വെൻ യു ഒബ്സർവ് ദാറ്റ് 2 ബോയ്സ് ഓൺ എ ബൈക്ക് സ്നാച്ച് എ ലേഡീസ് ഗോൾഡ് ചെയിൻ ആൻഡ് റൈഡ് അവേ യു വുഡ്. അപ്പം നിങ്ങൾ
റോഡിലേക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് 2 കുട്ടികൾ ഒരു സ്ത്രീയുടെ ഗോൾഡ് ചെയിൻ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് കാണുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് നോക്കുന്നത്. ഓപ്ഷൻ എ, കൗൺസിൽ ദ വുമൺ. അപ്പോൾ ഈ ഒരു സ്ത്രീയോട് പറയുകയാണ്, നിങ്ങളുടെ മാല ഏതായാലും പൊട്ടിച്ചു പോയിട്ടുണ്ട്, അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇവരെങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഓപ്ഷൻ ബി, ചേസ് ദ ബോയ്സ് ടു ക്യാച്ച് ഹോൾഡ് ഓഫ് ദം. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഈ 2 പിള്ളേരെയും പോയിട്ട് പിടിക്കുക. ഓപ്ഷൻ സി, ഇൻഫോം ദ പോലീസ് എബൌട്ട് ദ മാറ്റർ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് പോലീസിന് വിവരങ്ങൾ ധരിപ്പിക്കുക. ഓപ്ഷൻ ഡി, സ്റ്റാൻഡ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കുക, അവരേതായാലും മാല എടുത്ത് കൊണ്ടുപോയി, ഇനി നെക്സ്റ്റ് എന്ത് സംഭവിക്കും ജസ്റ്റ് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാവുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻഫോം ദ പോലീസ് എബൌട്ട് ദ മാറ്റർ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കാര്യം കാണുന്ന സമയത്ത് ആരാണ് എന്താണെന്ന് നോക്കി വെച്ചിട്ട് നിങ്ങൾ പോലീസിന് കൃത്യമായിട്ട് ഈ ഒരു സ്ത്രീയെയും കൂട്ടി പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ബി ഓപ്ഷനിലൊരു പ്രശ്നമുണ്ട്, ചേസ് ദ ബോയ്സ് ടു ക്യാച്ച് ഹോൾഡ് ഓഫ് ദം. അപ്പോൾ ഇവർ ഓൾറെഡി ബൈക്കിൽ ആണ് പോകുന്നത്, 2 ആളുണ്ട്, അപ്പോൾ നമ്മൾ ഒരാളുള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചിലപ്പം ഈ ഒരു 2 കള്ളന്മാരെയും നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയും പോലീസിൻ്റെ സഹായം തേടുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സിറ്റുവേഷൻ, യു ആർ റിട്ടേണിംഗ് ഹോം ഫ്രം സ്കൂൾ. ഓൺ ദ വേ യു ഫൈൻഡ് എ സീലഡ് എൻവലപ്പ് ഇൻ എ സ്ട്രീറ്റ് ഫുള്ളി അഡ്രസ്ഡ് വിത്ത് അൺയൂസ്ഡ് സ്റ്റാമ്പ്സ് ഓൺ ഇറ്റ്. യു വുഡ്. ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ്ലി സീൽ ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ കാണുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അൺയൂസ്ഡ് സ്റ്റാമ്പും കാണുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓപ്ഷൻ എ, ലീവ് ഇറ്റ് ദെയർ ആസ് ഇറ്റ് വാസ് ആൻഡ് വാക്ക് അവേ. അപ്പോൾ അത് അവിടെ ഇട്ടിട്ട് നിങ്ങൾ നടന്നു പോവുക. ഓപ്ഷൻ ബി, റിമൂവ് ദ സ്റ്റാമ്പ്സ് ആൻഡ് ഡിസ്ട്രോയ് ദ എൻവലപ്പ്. ഓപ്പൺ ദ എൻവലപ്പ്, ഫൈൻഡ് ഔട്ട് ഹൂ ഹാസ് ഡ്രോപ്പ്ഡ് ഇറ്റ് ബൈ മിസ്റ്റേക്ക് ആൻഡ് സെൻഡ് ഇറ്റ് ടു ഹിം ഇഫ് പോസിബിൾ. ഓപ്ഷൻ ഡി, പോസ്റ്റ് ഇറ്റ് അറ്റ് ദ നിയറസ്റ്റ് ലെറ്റർ ബോക്സ്. അപ്പം ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഈ ഒരു ലെറ്റർ അടുത്തുള്ള പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് സിറ്റുവേഷൻ, ഇഫ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ യു ഫൈൻഡ് ദാറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ടു ടഫ് ടു ബി ആൻസേർഡ് സാറ്റിസ്ഫാക്ടർലി ബൈ യു, ദ ബെസ്റ്റ് തിങ് ടു ഡു ഫോർ യു ഈസ് ടു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊരു എക്സാമിനേഷൻ ഹാളിലാണ്, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫാണ്, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നൽകിയിരിക്കുന്ന സിറ്റുവേഷൻസിൽ റിയാക്ഷനിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഓപ്ഷൻ എ, ടെൽ ദ എക്സാമിനർ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ആർ ഔട്ട് ഓഫ് കോഴ്സ്. അപ്പം എക്സാമിനറോട് പറയുകയാണ് ഈ ക്വസ്റ്റ്യനൊക്കെ ഔട്ട് ഓഫ് കോഴ്സാണ്. ഓപ്ഷൻ ബി, പ്രൊവോക്ക് ദ കാൻഡിഡേറ്റ്സ് ടു വാക്ക് ഔട്ട് ഓഫ് ദ എക്സാമിനേഷൻ ഹാൾ. അപ്പം ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കൂട്ടിയിട്ട് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് അല്ലെങ്കിൽ എക്സാം ബഹിഷ്കരിക്കാനുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഓപ്ഷൻ സി, ട്രൈ ടു നോ സംതിങ് ഫ്രം യുവർ നെയ്ബർ. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയിൽ നിന്നും എന്തെങ്കിലും കാര്യം കോപ്പി അടിക്കാനുള്ള ഒരു കാര്യം നോക്കുക. ഓപ്ഷൻ ഡി, ട്രൈ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ ആസ് മച്ച് ആസ് യു നോ വിത്ത് എ കൂൾ ഹെഡ്. അപ്പം ഓപ്ഷൻ ഡിയിൽ പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ കൃത്യമായിട്ട് എഴുതുകയും അങ്ങനെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഓപ്ഷൻ ഡി ആണ്. സോ നമ്മൾ ഈ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റിൽ 22 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമുക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.